എം എ ബേബി തള്ളി പറഞ്ഞിട്ടില്ലേ? എം എ ബേബി പറഞ്ഞ നിലപാടാ പാർട്ടിയുടെ നിലപാട്. അതുതന്നെ എൻ്റെ നിലപാട്. ഞാൻ ഇന്നലത്തെ സാഹചര്യത്തിൽ അങ്ങനെ പ്രതികരിച്ചു എന്നുള്ളതേ ഉള്ളൂ. അത് ശരിയായില്ല എന്ന് പറഞ്ഞ പാർട്ടിയുടെ നിലപാട് തന്നെയാണ് എൻ്റെ നിലപാട്. അതിന് വ്യത്യസ്ത നിലപാടൊന്നുമില്ല. അന്നേരത്തെ ഒരു കാര്യത്തിലങ്ങ് പറഞ്ഞൊന്ന് കൂട്ടിയാൽ മതി. വികസനവും കാര്യങ്ങളും ഒരുപാട് കാര്യങ്ങളും ചെയ്തിട്ട് ഈ ജില്ലയുടെ വികസനത്തിൽ തന്നെ ഒരുപാട് റോഡും പരിപാടിയും എല്ലാം ചെയ്ത് സംസ്ഥാനത്താണ് ജനങ്ങൾക്ക് ക്ഷേമ പ്രവർത്തനം ഒരുപാട് നടത്തി കഴിഞ്ഞ് നടന്ന ഈ തെരഞ്ഞെടുപ്പിൽ അങ്ങനെ ഒരു വിധി വന്നപ്പം ആ സന്ദർഭത്തിൽ പ്രതികരിച്ചെന്നുള്ളേ ഉള്ളൂ. ഞാൻ അങ്ങനെ പ്രതികരിക്കേണ്ടിയിരുന്നില്ല എന്ന് ജനറൽ സെക്രട്ടറി അടക്കം പറഞ്ഞു. പാർട്ടിയുടെ നിലപാട് അദ്ദേഹം പറഞ്ഞു തന്നെയാണ്. പിന്നെ അതല്ല പറഞ്ഞു. പിന്നെ നിങ്ങൾ ആവശ്യമില്ലാണ്ട് ചോദിച്ചിരുന്നു വേണ്ടെന്ന് പറഞ്ഞു. അത് പറഞ്ഞത് ശരിയാണ്. എം എ ബേബി പറഞ്ഞ പാർട്ടിയുടെ നിലപാടാണ്. അദ്ദേഹം ജനറൽ സെക്രട്ടറി അല്ലേ? ജനറൽ സെക്രട്ടറി പറയുന്ന പാർട്ടിയുടെ സമീപനമാണ്, നിലപാടാണ്. അത് തന്നെയാണ് നമ്മുടെ നിലപാട്. എന്നോട് ആരും ആവശ്യപ്പെട്ടൊന്നുമില്ല, ആരും വിളിച്ചൊന്നുമില്ല. എന്നാലും പറയുക വികസന പ്രവർത്തനങ്ങൾ അതോടൊപ്പം തന്നെ ക്ഷേമ പെൻഷന് ഇതൊക്കെ തന്നെയും ജനങ്ങളുടെ ഒരു അവകാശമല്ലേ? നമ്മൾ വോട്ടിന് വേണ്ടിയിട്ടല്ലല്ലോ ഇതൊക്കെ ചെയ്തു കൊടുക്കുന്നത്. അല്ല, ഒരു കാര്യമാണ്. അപ്പോൾ പ്രതിപക്ഷം ഇത്തരം കാര്യങ്ങളൊന്നും ചെയ്യാതിരുന്നതും അവരുടെ അവകാശമല്ലേ? അവരുടെ അവകാശമാണല്ലോ. ഇല്ലെന്ന് 10 വർഷത്തിൽ ഞങ്ങൾ വിടുന്നു ഇതൊന്നും ചെയ്യാതെ പാവപ്പെട്ട ആളുകൾക്ക് പെൻഷനോ ആനുകൂല്യമോ സഹായമോ നൽകാതെ, മലയോര കൃഷിക്കാർക്ക് പട്ടയോ അതുപോലുള്ള ആനുകൂല്യവും സഹായവും നൽകാതെ എല്ലാ ഐക്യജനാധിപത്യ മുന്നണി ഭരണത്തിന് നേതൃത്വം കൊടുക്കുകയും പ്രക്ഷോഭണവും സമരവുമൊപ്പം അതിനെ അടിച്ചമർത്തുകയും ചെയ്ത സമീപനം ശരിയാണ് എന്ന് ഞാൻ പറയണമെന്ന് നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടോ? അത് വേണ്ട കൂടുതൽ വർത്താനൊന്നും വേണ്ട. പാർട്ടിയുടെ നേതൃത്വം ജനങ്ങളുടെ ഞാൻ ചോദിക്കട്ടെ, ഉമ്മൻചാണ്ടിയും എ കെ ആന്റണിയും കരുണാകരനും ഒക്കെ ഭരിച്ചപ്പോഴും ഈ ജനങ്ങളുണ്ടായിരുന്നു. അന്നും ജനങ്ങളുടെ അവകാശമൊക്കെ ഉണ്ടായിരുന്നല്ലോ. അവിടെ ജനങ്ങളുടെ അവകാശമല്ല അന്ന് നടന്നില്ലല്ലോ. പക്ഷേ അതിന് വ്യത്യസ്തമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രത്തിൽ കേരളത്തിൽ അധികാരത്തിൽ വന്ന എല്ലാ ഗവൺമെൻറ്റും ഇപ്പോൾ തുടർഭരണം കിട്ടിയ സഖാവ് പിണറായി വിജയൻ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ്റും ആ ഗവൺമെൻറ്റുകൾ ചെയ്ത ക്ഷേമ പ്രവർത്തനങ്ങൾ മറ്റേതെങ്കിലും ഗവൺമെൻറ് ആന്റണിയുടെയോ കരുണാകരൻ്റെയോ അതിന് മുമ്പ് ആർ ശങ്കറിൻ്റെയോ ഏതെങ്കിലും ഗവൺമെൻറ് ഈ സംസ്ഥാനത്ത് ചെയ്തിട്ടുണ്ട്? അല്ല അത് ചെയ്തു എന്ന് പറയുമ്പോഴൊന്നുമില്ല, പറഞ്ഞു കഴിഞ്ഞ പറയുമ്പോഴും ഇല്ല, പറഞ്ഞു കഴിഞ്ഞ ചെയ്തു. പക്ഷെ ആളുകൾ വോട്ട് ചെയ്യണം എന്ന് പറയുന്നത് അങ്ങനെ ഒരു വാശി പാടില്ലല്ലോ. രാഷ്ട്രീയ ഞാൻ ചോദിക്കട്ടെ, രാഷ്ട്രീയ പ്രവർത്തകര് ഞാൻ സ്വർഗരാജ്യം കിട്ടാൻ വേണ്ടിയാണോ പ്രവർത്തിക്കുന്നത്? എനിക്കൊരു സാമൂഹിക വീക്ഷണമുണ്ട്, സമൂഹത്തോണ്ടൊരു ഉത്തരവാദിത്വമുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ എൻ്റെ പാർട്ടിക്കൊരു കാഴ്ചപ്പാടുണ്ട്. ആ കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിൽ രണ്ട് പ്രവർത്തിക്കുന്നത്. പറഞ്ഞ മനസ്സിലായില്ലേ? ആ കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്നത് കൊണ്ട് തന്നെയാണ് കരുണാകരൻ്റെ ഗവൺമെൻറ്റോ ആർ ശങ്കറിൻ്റെ ഗവൺമെൻറ്റോ ആന്റണിയുടെ ഗവൺമെൻറ്റോ ഉമ്മൻചാണ്ടിയുടെ ഗവൺമെൻറ്റോ ഈ സംസ്ഥാനത്ത് നടപ്പിലാക്കാൻ കൂട്ടാക്കാത്ത ക്ഷേമ പ്രവർത്തനവും ജനക്ഷേമ പരിപാടികളും എല്ലാം ഈ സംസ്ഥാനത്ത് നടന്നത്. ഇന്ത്യയിൽ ഏത് സംസ്ഥാനത്തെ കഴിഞ്ഞും മാറിയ ഒരു സംസ്ഥാനവും ജീവിതക്രമമാണ് കേരളത്തിൽ എന്ന് സ്ഥാപിച്ചതിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിലുള്ള പങ്ക് നിസ്സാരമാണ്. വലിയ പങ്കല്ലേ? കഴിഞ്ഞ തവണ ഈ ആളുകൾ പറഞ്ഞത്, അതായത് 2021 തെരഞ്ഞെടുപ്പിൽ ആളുകൾ പറഞ്ഞ പ്രതിപക്ഷം പറഞ്ഞിരുന്നത് കിറ്റ് കൊടുത്ത് വോട്ട് മേടിച്ചു എന്നാണ്. ഇത്തവണ ഈ ക്ഷേമ പെൻഷൻ കൊടുത്ത സമയത്ത് അവർ പ്രധാനമായിട്ട് ഉന്നയിച്ചത് കിറ്റ് കൊടുത്ത പോലെ തന്നെ ആളുകൾക്ക് പെൻഷൻ കൊടുത്ത് വോട്ട് മേടിക്കാനായിരുന്നു. അപ്പൊ നിങ്ങൾ അവര് പറഞ്ഞതിനെ ന്യായീകരിക്കുന്നുണ്ടോ? മറ്റൊന്ന് ഈ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പാണ് അപ്പൊ അവര് ആരോപണം പറഞ്ഞതിനകത്ത് വീടക്കേടാ. അവരൊന്നും ചെയ്യാതിരുന്നിട്ട് നമ്മൾ കാര്യങ്ങൾ അതിൽ നിന്ന് വ്യത്യസ്തമായി നല്ല കാര്യങ്ങൾ ചെയ്തപ്പം എന്തെങ്കിലും ന്യായം പറഞ്ഞു നിൽക്കണ്ടേ? അതിനുവേണ്ടി പിന്നെ കോൺഗ്രസിന്റെ നേതാക്കന്മാരോ UDF നേതാക്കന്മാരോ എന്തെങ്കിലും പറഞ്ഞു കാണും, അത്രയേ ഉള്ളൂ. അതുകൊണ്ട് കേക്ക്
ഇന്നലെ ഞാൻ പറഞ്ഞതിനകത്തെ പ്രതികരണത്തിനകത്ത് പാർട്ടി തള്ളിപ്പറഞ്ഞിട്ടുണ്ട്, MAV തള്ളിപ്പറഞ്ഞു എന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. ഞാൻ കേട്ടില്ല. പക്ഷേ ആ അഭിപ്രായം പാർട്ടിയുടെ അഭിപ്രായമാണ്. CPI എന്നാ പറഞ്ഞു എന്നുള്ളതൊന്നും എനിക്ക് വിഷയമില്ല. എൻ്റെ പാർട്ടിയുടെ നേതൃത്വം പറഞ്ഞത് 100% ഞാൻ അംഗീകരിക്കുന്നു. ഞാൻ അങ്ങനെ പ്രതികരിക്കേണ്ടിയിരുന്നില്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. പോരെ? വിമർശനം പിന്നെ അത് അംഗീകരിക്കുന്നു. പിന്നെ എന്തോ അത് ഈ VD സതീശൻ പറഞ്ഞത് ജനങ്ങളോടുള്ള മര്യാദകേടാണ് മണിയാശൻ കാണിച്ചതെന്നാണ്. അത് VD സതീശൻ ഈ കേരളം കണ്ടതിലെ ഏറ്റവും നിലവാരം കുറഞ്ഞൊരു പ്രതിപക്ഷ നേതാവാണ് അദ്ദേഹം. ഇവിടെ ആരെല്ലാം പ്രതിപക്ഷ നേതാക്കന്മാരായിരുന്നിട്ടുണ്ട്, അതിൽ ഏറ്റവും നിലവാരം കുറഞ്ഞ സമീപനത്തിൽ തന്നെ പാളിച്ചുള്ള ഒരു പ്രതിപക്ഷ നേതാവാണ് ബഹുമാനപ്പെട്ട VD സതീശൻ എന്നാണ് എൻ്റെ അഭിപ്രായം. അതാണ് അദ്ദേഹം കാര്യങ്ങൾ വ്യാഖ്യാനിക്കുന്ന എല്ലാം പ്രത്യേകമായ ഒരു ശൈലി രീതിയാണ്. അതിനോടൊന്നും സാമാന്യം എല്ലാ കോൺഗ്രസ്സുകാരൊന്നും യോജിക്കുന്നിട്ട് ഞാൻ കരുതുന്നുമില്ല. എന്തായിരുന്നാലും ഞാൻ ഇന്നലെ നടത്തിയ പ്രതികരണം വേണ്ടിയിരുന്നില്ല. എൻ്റെ പാർട്ടി നേതൃത്വം അത് ശരിയായില്ല, പാർട്ടിയുടെ നിലപാട് അതല്ലെന്ന് അവർ പ്രതികരിച്ചിട്ടുണ്ട്. അവരുടെ അഭിപ്രായം തന്നെയാണ് എനിക്കും ഉള്ളത്. പോരെ? അതോടൊപ്പം ഒരു കാര്യം കൂടി ചോദിക്കട്ടെ. കോട്ടയത്ത്, ഇടുക്കിയിലും കേരള കോൺഗ്രസ് മാണി വിഭാഗം കണക്ക് പറഞ്ഞ സീറ്റുകൾ വാങ്ങിയിട്ടുണ്ട്. പക്ഷെ 4-ൽ ഒരിടത്ത് മാത്രമാണ് അവർക്ക് ജയിക്കാൻ സാധിച്ചിട്ടുള്ളത്. അപ്പൊ അതിനോടുള്ള ആശാന്റെ ഒരു വിലയിരുത്തൽ? അതൊക്കെ ഒരു കാര്യമാണ്. അവരെ തന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. പൊതുവേ ജനവിധി നമുക്ക് ആകെ അനുകൂലമാണെന്ന് പറയാൻ പറ്റുമോ? ഇല്ലല്ലോ. ഞങ്ങൾ പ്രതീക്ഷിച്ച ജനവിധി വന്നില്ലല്ലോ. അപ്പോൾ അവർ സീറ്റ് വാങ്ങിച്ചെന്ന രീതിയിൽ അവരും ഈ ജനവിധി നമുക്കെതിരെ വന്ന് കുറേ പ്രതികരണം വന്നു. അത് അവർക്കും ബാധകമായി എന്ന് കൂട്ടിയാൽ മതി. അവർക്കും ബാധകമായി, ഞങ്ങൾക്കും ബാധകമായി. കല്ലായാലും കൊഴിയായാലും പല്ലുപോയാൽ മതിയല്ലോ. അപ്പോൾ രാവിലെ വന്ന് നടക്കട്ടതല്ലേ. അപ്പോൾ എന്ത് തന്നെ ആയിരുന്നാലും കേരളത്തിലെ ജനങ്ങളുടെ ഈ വിധി ഒരു നിലയിലും അവിടെ യോജിക്കാൻ കഴിയില്ല എന്ന് തന്നെയാണ് എൻ്റെ നിലപാട്. അത് ഈ ഗവൺമെൻറ് ചെയ്ത നല്ല കാര്യങ്ങളും കഴിഞ്ഞ പിണറായി വിജയൻ്റെ 1ാം ഗവൺമെൻറ്, ഞാനും ഒന്ന് മന്ത്രിയായിരുന്നു, 1ാം ഗവൺമെൻറ് ചെയ്ത കാര്യങ്ങൾ പിന്നീട് അധികാരത്തിൽ വന്ന് തുടർഭരണം കിട്ടി അധികാരത്തിൽ വന്നതിന് ശേഷം ഈ സംസ്ഥാനത്ത് നടപ്പിലാക്കിയ നയങ്ങളും പരിപാടികളും ജനക്ഷേമ പരിപാടി ഇതെല്ലാം വെച്ച് നോക്കുമ്പം ജനവിധി ഒരിക്കലും സഹായകരമായില്ല എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. പിന്നെ തികച്ചും സഹായകരമായില്ല എന്നാണ്. അതെന്താണ് ജനങ്ങൾ തെറ്റിദ്ധരിക്കാനിടയായോ, എന്താണ് ഇങ്ങനൊരു വിധി വരാനുള്ള കാര്യമെന്നെല്ലാം പാർട്ടി വിശദമായി പരിശോധിക്കും. ഞാൻ ഇന്നലെ പറഞ്ഞതിനകത്ത് എൻ്റെ വായിൽ എനിക്ക് ബസവ് പറ്റിയത് തന്നെയാണ്. അത് പാർട്ടി നേതൃത്വം പറഞ്ഞതിനോട് യോജിപ്പാണ്. അവരെന്നെ നേരിട്ട് പറഞ്ഞില്ലെങ്കിലും അവർ പറഞ്ഞതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഞാൻ എൻ്റെ പാർട്ടിയുടെ നിലപാടിനോടൊപ്പം. ഈ തുടർഭരണം തന്നതും ഇതേ ജനങ്ങൾ തന്നെയാണ്. കേരളത്തിലെ ജനങ്ങൾ പ്രബുദ്ധരാണ്, സാക്ഷരതയുള്ളവരാണ്. പെൻഷൻ പരാമർശം അദ്ദേഹം തിരുത്തുകയാണ്. അധിക്ഷേപ പരാമർശം അത് തെറ്റുപറ്റിയതെന്ന് പറയുന്നു. പിന്നെ ത്വരിത പ്രതികരണം, അതിലുള്ള ഒരു അപകടം മനസ്സിലാക്കുന്നു, പാർട്ടിയുടെ നിലപാടിനൊപ്പമാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.